ഇൻസൈറ്റ് 360 എല്ലാവർക്കും നമസ്കാരം. സിമാറ്റ് എക്സാമിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കോമൺ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഇന്ത്യയിലെ MBA PGDM പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയാണ് സിമാറ്റ്. രാജ്യത്തിലുടനീളമുള്ള AICTE അംഗീകരിച്ച 1000-ലധികം BE സ്കൂളുകൾ സിമാറ്റ് സ്കോർ സ്വീകരിക്കുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും, എല്ലാ സ്കോളർഷിപ്പുകൾക്കും, എല്ലാ ആപ്ലിക്കേഷൻസും, അലോട്ട്മെന്റുകൾക്കും, നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഓരോ കാര്യവും ഇനി സിംഗിൾ ക്ലിക്കിൽ നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായി സാധിക്കും. അതിനായി ഇൻസൈറ്റ് 360 ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യൂ. സിമാറ്റ് എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു എക്സാം NTA ആണ് നടത്തുന്നത്. ഓൺലൈൻ മോഡാണ് എക്സാം വരുന്നത്. 3 മണിക്കൂറാണ് ഈ ഒരു എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 എണ്ണമാണ്. ടോട്ടൽ മാർക്ക് 400 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. ഈ എക്സാമില് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കാം. സെക്ഷണൽ സമയപരിധി ഈ ഒരു എക്സാമിനില്ല. വിദ്യാർത്ഥികൾക്ക് ഏത് വിഭാഗത്തിലേക്ക് മാറാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒരു സിമാറ്റ് എക്സാമില് 5 വിഭാഗങ്ങളാണ് മെയിൻലി ഉണ്ടാവുക. ഓരോ വിഭാഗത്തിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ. അതിനകത്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 20 ആയിരിക്കും. ടോട്ടൽ മാർക്ക് 80 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ലോജിക്കൽ റീസൺ 20 ക്വസ്റ്റ്യൻസും 80 മാർക്കും ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ലാംഗ്വേജ് സെക്ഷനിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 80 മാർക്ക് അതിനകത്ത് വരും. ദെൻ ജനറൽ അവയർനെസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 20, ടോട്ടൽ മാർക്സ് 80. അതുപോലെ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഇതിനകത്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 20 and 80. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസും 400 മാർക്സും ആയിരിക്കും ടോട്ടൽ വരിക. ദെൻ ഇതിന്റെ മാർക്കിംഗ് സ്കീം നമുക്കൊന്ന് നോക്കാം. ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്ക് വീതമാണ് ലഭിക്കുക. തെറ്റുത്തരത്തിന് ഓരോ തെറ്റായിട്ടുള്ള ആൻസേഴ്സിനും നെഗറ്റീവ് മാർക്ക് 1 മാർക്ക് വെച്ച് കുറയ്ക്കും. ദെൻ ഉത്തരം നൽകാത്ത, അതായത് നിങ്ങൾ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസിന് മാർക്കുകൾ ഉണ്ടാവില്ല, നെഗറ്റീവ് മാർക്സും വരുന്നില്ല. ദെൻ ഇതിനുള്ള എലിജിബിലിറ്റി, സിമാറ്റ് എക്സാമിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. സിമാറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ താഴെ പറയുന്ന യോഗ്യതകൾ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിനൊരു ഏജ് ലിമിറ്റേഷൻസ് ഇല്ല. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഇതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇതുപോലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പേജ് ഫോളോ ചെയ്യുകയും ചെയ്യുക. ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സിമാറ്റ് പരീക്ഷയിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് വഴിയാണ് പ്രവേശനം ലഭിക്കുന്നത്. അതിന് പകരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സിമാറ്റ് സ്കോർ കാർഡ് ഉപയോഗിച്ച് അവർക്ക് താല്പര്യമുള്ള ഓരോ BE സ്കൂളിനും പ്രത്യേകം ഇവർ അപേക്ഷിക്കണം. ഓരോ സ്ഥാപനവും അവരുടെ കട്ട് ഓഫ് മാർക്ക് ആ സമയത്തായിരിക്കും അവർ പ്രഖ്യാപിക്കുക. കട്ട് ഓഫ് കടന്നാൽ വിദ്യാർത്ഥി ആ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പാലിക്കണം. അതിൽ സാധാരണയായി ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും, പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയെല്ലാം ഉൾപ്പെടും. അതുപോലെ GD ആൻഡ് PI എന്നിവ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ, കൺഫർമേഷൻസ് ആ കോളേജിൽ ഉണ്ടാവുക. ഈ എക്സാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് November 17th, 2025. അതിനുള്ളിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിലോ DMലോ 360 എന്ന് ടൈപ്പ് ചെയ്യുകയോ ചാറ്റ് ചെയ്യുകയോ ചെയ്യാം.